നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയം CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കടയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ സഖാക്കൾ തന്ന കണക്കും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് 35,000-40,000 വോട്ടേ സ്വരാജ് പിടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ CPM ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കാണാതാകുകയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് സ്വരൂപിക്കാൻ കഴിയില്ല എന്ന CPM കൊടുത്ത കണക്ക് വിശ്വസിച്ചുകൊണ്ട് ഷൗക്കത്ത് തോൽക്കണം. അവരാവശ്യം അതാണ്. ഒരു കാരണവശാലും ഷൗക്കത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അൻവറിന് വോട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? ആ വോട്ട് ക്രോസ് വോട്ട് എൻ ബ്ലോക്കായിട്ട് അരിവാൾ ചുറ്റിക കണ്ടാൽ ഓടുന്ന പല UDF-ൻ്റെ പ്രവർത്തകരുമാണ് കഷായം നമ്മൾ കുടിക്കുന്ന പോലെ ആ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് സത്യത്തിൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിപ്പോയി എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ദൈവകൃപ ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ടിൽ വസ്തുതാപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാനാണ് പാരാമീറ്റേഴ്സ് നിശ്ചയിച്ചു കൊടുത്തത്. ഇവിടെ 139 MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ വന്നുപോയി. ഒരാളെ അനങ്ങാൻ കഴിയാത്ത വിധം ഓരോ വോട്ടറുടെയും അവൻ്റെ കുടുംബസ്ഥിതിയും അവൻ്റെ സാമൂഹിക ചുറ്റുപാടും അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടും കണ്ട് എൻ ബ്ലോക്കായിട്ട് അവൻ്റെ വോട്ട് തിരിക്കാനുള്ള അത്രയും ഡീപ്പായിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മുക്കിലോ മൂലയിലോ ഒരു ഇല ഇളകിയാൽ അത് അറിയാനുള്ള വ്യക്തിബന്ധങ്ങൾ PV അൻവറിനുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. അപ്പോൾ അവരൊക്കെ ഓരോ വീട്ടിൽ കയറി പറഞ്ഞതും ഓരോ വ്യക്തികളോട് പറഞ്ഞതും ഇവിടുത്തെ പല സംഘടനകൾക്ക് കൊടുത്ത ഓഫറും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായി അതിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചില ആളുകളെ അപ്പുറത്ത് നിർത്താൻ ചില ഘട്ടങ്ങളിൽ സാധിച്ചിരുന്നു. പല ഓഫറുകൾ കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ വോട്ടർമാരെ അവരെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരുന്നുകാർ പോവുകയും നാട്ടുകാർ മാത്രമാകുകയും ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ PV അൻവർ ഒറ്റക്കാവുകയും ചെയ്തു. നിങ്ങളന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഈ കൊട്ടിഘോഷത്തിന് എന്താ നിങ്ങളെ കാണാത്തതെന്ന്, എന്താ കൊട്ടിക്കലാശം? ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങൾ തുടക്കം ആരംഭിക്കുകയാണ്. ഞങ്ങളെ കൊട്ടിക്കലാശം 19-ാം തീയതിയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പുകൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായി സത്തിനെതിരെ. ഞങ്ങൾ കൊട്ടിക്കലാശം മാറ്റി വെച്ചിട്ട് തുടക്കം 19-ാം തീയതി 12 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ മലയോര മേഖല എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കുള്ള ഫോറസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 489 പഞ്ചായത്താണ്. 63 നിയമസഭാ മണ്ഡലമാണ്. 1.5 കോടി ജനങ്ങളുണ്ട്. അതിൽ 1 കോടി ജനം പരിപൂർണമായി തകർന്നടിഞ്ഞു കിടക്കുകയാണ്. കാർഷിക മേഖല മുഴുവൻ കടക്കാരാണ്, മുഴുവൻ ജപ്തിയുടെ വക്കിലാണ്, ഒരാശ്വാസവും ഇല്ല. അതിനിടയിലാണ് ഈ കടുവയും പുലിയും വന്നിട്ട് മനുഷ്യനെ കൊന്നു തിന്നു പോകുന്ന, ആന ചവിട്ടി തേക്കുന്നത്. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ വിഷയമാണ് ഞാൻ ഉന്നയിച്ചത്. ഇവിടെ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞ് തടി തപ്പാൻ നോക്കിയവരുടെ പെടലിക്ക് വോട്ടർമാർ പിടിച്ചിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട്. അതുകൊണ്ട് ആവർത്തിച്ച് പറയണം, പടച്ച തമ്പുരാൻ ഈ പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12 മണിക്ക് വോട്ടെണ്ണി PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാൻ പോവുകയാണ്.